മെക്സിക്കോയിൽ വൈദികർക്കെതിരെ അരങ്ങേറിയ ആക്രമണങ്ങളെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. 1990 മുതൽ രാജ്യത്ത് 80 വൈദികർ കൊല്ലപ്പെട്ടതായി മെക്സിക്കോയിലെ സഭാംഗങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ രേഖപ്പെടുത്തുന്ന സംഘടനയായ കാത്തലിക് മൾട്ടിമീഡിയ സെന്റർ റിപ്പോർട്ട് ചെയ്തു. മെക്സിക്കോയുടെ ചരിത്രത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം അക്രമം എല്ലാവരെയും ബാധിക്കുന്ന ആശങ്കാജനകമായ തലത്തിൽ എത്തിയിരിക്കുന്നു എന്ന് CCM ഡയറക്ടർ ഫാദർ ഒമർ സെട്ടലോ അഗ്യുലാർ കഴിഞ്ഞ ദിനം പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. നാഷണൽ റീജനറേഷൻ മൂവ്മെന്റ് പാർട്ടിയുടെ സ്ഥാപകനായ മുൻ പ്രസിഡന്റ് ആന്ദ്രേസ് മാനുവൽ ലോപ്പസ് ഒബ്രഡോറിന്റെ 6 വർഷത്തെ ഭരണകാലാവധി മെക്സിക്കോയുടെ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ആക്രമണങ്ങളിൽ എത്തിച്ചു. അക്രമത്തിൻ്റെയും അധികാരശൂന്യതയുടെയും നിയമവാഴ്ചയുടെ ശിഥിലീകരണത്തിൻ്റെയും കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഫാദർ ഒമർ പറഞ്ഞു. ഭീഷണികൾ, മോഷണം, അക്രമം തുടങ്ങിയ കത്തോലിക്ക പുരോഹിതരുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന മറ്റക്രമണങ്ങളും CCM റിപ്പോർട്ട് തുറന്നുകാട്ടുന്നു. 1993 മെയ് 24 ജാലിസ്കോ സംസ്ഥാനത്തെ വിമാനത്താവളത്തിൽ വെച്ച് നടന്ന ഗ്വാഡലജാരയിലെ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജുവാൻ ജസസ് പൊസാദാസ് ഒഗാംബോയുടെ കൊലപാതകമാണ് ഏറ്റവും ദാരുണമായ ഒന്ന്. 31 വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുറ്റവാളികളെ ശിക്ഷിക്കാനോ കുറ്റകൃത്യം പരിഹരിക്കാനോ കഴിഞ്ഞിട്ടില്ല. CCM റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ 6 വർഷത്തെ കാലയളവിൽ 10 വൈദികർ മെക്സിക്കോയിൽ കൊല്ലപ്പെട്ടു. 14 വൈദികരും ബിഷപ്പുമാരും ആക്രമിക്കപ്പെട്ടു. പ്രതിവാരം ശരാശരി 26 ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടു.